രാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പ്രേമബന്ധങ്ങളിലും അവസാനമായി ജയിക്കുന്നത് അഭിമാനമെന്ന വികൃത രൂപമാണ്. കോടതി മുറിയിൽ നിന്നും അകാരണമായി കേൾക്കുന്ന അലറിക്കരച്ചിൽ. ആരുടെയോ ശബ്ദം കോടതിയുടെ അകത്തളത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തുന്നു. വിമിഷ്ടമാണോ വേദനയാണോ തോന്നുന്നത്? ആർത്തുകൊണ്ടുള്ള അവളുടെ ശബ്ദം ആരിലും വിഷമം ഉണ്ടാക്കുന്നില്ലേ? അവളുടെ കരച്ചിലിന് ആശ്വാസമേകാൻ പോലും ആരുമില്ലാത്ത പോലെ. ദൈന്യതയാർന്ന കരച്ചിൽ ചീളുകൾ മാത്രം പുറത്തെ തിരക്കുകളെ ഭേദിച്ച് മുന്നോട്ട് കുതിച്ചു പായുന്നു. ഒത്തിരി വാഹനങ്ങളിൽ തട്ടിത്തടഞ്ഞ് അത് ഓരോ മരച്ചില്ലയിലും ചിന്നിച്ചിതറി. ഇതളുകളിൽ കൊഴിയുന്ന വേദന പൂക്കൾ കരിഞ്ഞു പോവാൻ കാരണമായി. അത്രയും വേദന തോന്നിയിരുന്നു പ്രകൃതിക്ക്. അല്ലെങ്കിലും പ്രകൃതി തന്നെയല്ലേ ധാത്രി. ഒരു കോടതി എന്ന് കേൾക്കുമ്പോൾ പോലും നമ്മിലുണ്ടാവുന്ന നിശബ്ദതയെ മറികടന്നുയരുന്ന ഈ ശബ്ദം ആരുടേതാണ്? ചില മുറുമുറുപ്പുകൾ ഉയർന്നു. ചിലർക്ക് പുച്ഛം, മറ്റു ചിലർക്ക് വിഷമം, ചിലർ പരിഹസിക്കുന്നു, ചിരിക്കുന്നു. അതിൽപ്പെടാതെയും കുറച്ചു പേര് ഇതെല്ലാം തങ്ങളുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്ന മനുഷ്യത്വമില്ലായ്മയും. കോടതി മുറ്റത്തണിനിരുന്ന അഡ്വക്കേറ്റിന്റെ ലോഗോ പതിപ്പിച്ച ഒരുപാട് വാഹനങ്ങൾ. ഒരു പുൽനാമ്പ് പോലും അവശേഷിപ്പിക്കാതെ വൃത്തിയാക്കിയ നിലം. കോടതിയുടെ അങ്കണത്തിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മഹാഗണി. അവയൊക്കെ ചെവി പൊത്തിയാണോ നിൽക്കുന്നത്? ഇത്രയും ഉച്ചത്തിലുള്ള നിലവിളി ആരെയും ബാധിക്കുന്നില്ലേ? ബാധിക്കാൻ മാത്രം എന്തിരിക്കുന്നു അല്ലേ? അത്രമേൽ എല്ലാവരുടെയും മനുഷ്യത്വം നഷ്ടമായോ? ഈ ലോകരുടെ ചെവി കൊട്ടി അടക്കപ്പെട്ടു. എന്തൊക്കെയാണ് കാണുക? അമ്മ, എൻ്റെ കുഞ്ഞമ്മ, അത് ഹരിയേട്ട, എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ. ചെലമ്പിച്ച അവളുടെ സ്വരം എന്തൊരു വേദനയാണ് സമ്മാനിക്കുന്നത്. എന്താല്ലേ ഒരവസ്ഥ. കൂട്ടത്തിൽ പലരും അടക്കം പറയുന്നു. തൻ്റെ കുഞ്ഞില്ലാതെ നെഞ്ചു പൊട്ടിക്കരയുന്ന അവൾക്ക് നേരെ പുച്ഛം വിതറിക്കൊണ്ടവൻ തനിക്ക് നൽകിയ കുഞ്ഞിനെ അവൻ മാറോടി ചേർത്തു. അവളുടെ മാറിൻ്റെ ചൂടുപറ്റി കിടന്നുറങ്ങിയ മകനാണ്. അമ്മയുടെ അമൃത് കുടിച്ച കുഞ്ഞ്. അവനൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ആശ്വസിപ്പിക്കാനാവാതെ തേങ്ങുന്ന അവളുടെ അമ്മ. ആരും കാണാതെ കണ്ണുനീരൊപ്പുന്ന നാട്ടുകാർ. എന്തിന് ഈ വിധി പ്രഖ്യാപിച്ച ജസ്റ്റിസ് വരെ കരയുന്നു. പക്ഷെ അവനൊന്നും അനങ്ങുന്ന പോലുമില്ല. എന്തൊരു വിചിത്രമായ അവസ്ഥയാണ്, അനുഭവമാണ്. എന്തു പറ്റി ഹരിയേട്ടാ നമ്മുടെ ബന്ധത്തിന്? അവളുടെ ഹൃദയം ആർത്തലച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു വേള പോലും അവൻ്റെ കണ്ണുകൾ അവളുമായി കോർത്തില്ല. അവൻ്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞില്ല. മുഖത്ത് നിസ്സംഗത, മനസ്സിൽ വെറുപ്പ്. അത്രമേൽ വെറുത്തുപോയോ നീ അവളെ? എപ്പോഴും പ്രണയമാണെന്ന് പറഞ്ഞവൻ, നീ എൻ്റെ ജീവനാണെന്ന് മൊഴിഞ്ഞവൻ, ഇന്നിതാ ആർക്കോ വേണ്ടി കണ്ണിൽ കുസൃതി ഒളിപ്പിച്ചിരിച്ചവൻ്റെ മുഖത്ത് ഒരുതരം ഗൗരവം മാത്രം. മനസ്സിൽ പകയോടെ അവൻ അതേ നിൽപ്പ് തുടർന്നു. ശേഷം അനുവാദത്തിനു വേണ്ടി ജസ്റ്റിസിനെ നോക്കി. ഏട്ടാ, എൻ്റെ കുഞ്ഞ്. അപ്പോഴും അവിടെ മുറിഞ്ഞ വാക്കുകൾ, ഇടയ്ക്കിടെയുള്ള തേങ്ങൽ. പൊട്ടിപ്പോകുമോ എൻ്റെ ഹൃദയം? നെഞ്ച് തകർന്നു തോന്നുന്ന സങ്കടം. കരച്ചിലടക്കാനാവുന്നില്ല. മരിച്ചു പോകുമോ താൻ? അവളുടെ മനസ്സ് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പൂ പോലെ ഭംഗിയുള്ളവൾ, കുടുകുടെ ചിരിക്കുന്നവൾ, മനസ്സിൽ നിറയെ സ്നേഹമുള്ളവൾ. അവൾക്കൊരമ്മ മാത്രമാണുള്ളത്. കടം പെരുകിയൊരു തുണ്ട് കയറി ജീവിതം അവസാനിപ്പിച്ച അച്ഛൻ്റെ ഓർമ്മകൾക്ക് കൂട്ടായി. അമ്മ വളർത്തിയ മകൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു. ആവണി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുവൈറ്റിൽ ജോലിയുള്ള ഹരിശങ്കറുമായി വിവാഹം. പ്രണയിച്ച് കെട്ടിയവരെ പോലെയായിരുന്നു അവർ. അവൻ്റെ ചെല്ലക്കുട്ടിയായി ആരോടും കാണിക്കാനോ പറയാനോ ആവാത്ത കുറുമ്പോ വാശിയും കാണിച്ചും പറഞ്ഞും സന്തോഷത്തോടെ ജീവിച്ചവർ. ഒരു ദിനം പോലും ഒരു യുഗം പോലെ സ്നേഹിച്ച് ജീവിച്ചവർ. എവിടെയാണ് തെറ്റുപറ്റിയത്? അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഇടയിൽ ഇന്നൊരു കുട്ടിക്കുറുമ്പനുണ്ട്. അദ്വിക് എന്നു പേരുള്ള ഹരിയുടെയും ആവണിയുടെയും 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ്. അവരുടെ ആദി. അമ്മയെപ്പോലെ ആയിരുന്നവൻ. ആവനെയാണ് ഇന്ന് നിയമം അവൻ്റെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിട്ടത്. എന്തിനു വേണ്ടി? ഇതാണോ നിയമം? ലോകത്തിന് മുഴുവൻ ചോദിക്കണമെന്നുണ്ട്. മനുഷ്യത്തെ എന്നൊന്ന് ഇല്ലേയെന്ന്. ഇതിൽ നിറഞ്ഞത് കുടിലതയാണെന്ന്. പക്ഷേ തെളിവുകൾ. ഇന്ന് ഈ കോടതി മുറിയിൽ നിന്നും അവനെ എന്നേക്കുമായി ഹരിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന നിബന്ധനയോടെ അഭിഭാഷകന്റെ കഴിവിന് മുമ്പിൽ നിയമം വിട്ടുകൊടുക്കുമ്പോൾ അവളിലെ അമ്മ കരഞ്ഞു പോവില്ലേ? ഒരുപക്ഷെ ഈ ലോകത്തെ വരെ എതിർക്കില്ലേ? പക്ഷെ ഇന്ന് അവൾ നിസ്സഹായയാണ്. ആരോട് സഹായം ചോദിക്കണമെന്നറിയാതെ ചുവന്ന് കലങ്ങിയ കണ്ണുമായി ആവണി അമ്മയെ നോക്കി. കരച്ചിലൊരുവിധം തോർന്നിരിക്കുന്നു. അല്ലെങ്കിലും കരഞ്ഞിട്ട് എന്തിനാണെന്ന് അവളുടെ മനസ്സ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു. പോവാം അല്ലേ അമ്മേ? എൻ്റെ ആദ്യം പോയി കഴിഞ്ഞ് ഇനി അമ്മ എന്ന അവൻ്റെ വിളികൾക്ക് ഈ ഭാഗ്യം കെട്ട ജന്മത്തിന് ആവില്ല അല്ലേ? കരച്ചിലടക്കി പിടിച്ച്, ചുണ്ട് കടിച്ച് പിടിച്ച്, വിതുമ്പലടക്കിയുള്ള അവളുടെ സംസാരം ആ മാതൃഹൃദയത്തെ പൊള്ളിച്ച്. എൻ്റെ കുട്ടി, അമ്മക്കറിയാം എൻ്റെ കുഞ്ഞൊരു തെറ്റും ചെയ്യില്ല എന്ന്.
അമ്മയുടെ കുട്ടി കരയാതെ. അവരുടെ വാക്കുകൾ മുറിപ്പെട്ട അവളുടെ ഹൃദയത്തെ ഉണക്കാൻ ഉപകാരമായില്ല. അവളുടെ ഹൃദയം പൊട്ടിയൊലിച്ച് രക്തം കിനിഞ്ഞുകൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ഇനി ഇതുപോലെ നഷ്ടം തനിക്ക് സംഭവിക്കാനില്ലെന്ന പോലെ. ഇതാണ് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യദോഷമെന്ന പോലെ. എങ്കിലും എന്തിനാ ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത്? ഓർമ്മ വെച്ച നാൾ മുതൽ വേദന മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. അച്ഛൻ പോയതിനു ശേഷം കഷ്ടപ്പെട്ട് എന്നെ വളർത്തി പഠിപ്പിച്ച് വിവാഹം ചെയ്ത് അയച്ചിട്ട് സന്തോഷം എന്താണെന്ന് പോലും ആ പാവം അറിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ എൻ്റെ ആദ്യ കൂടി എന്നിൽ നിന്ന് ഒരുപാട് ദൂരെ. ആ ചിന്തയിൽ വീണ്ടും അവിടെ മിഴികൾ നിറഞ്ഞു. കവിളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഭൂമി അതിൻ്റെ പ്രകമ്പനം ഇടിയായി വർഷിച്ചു. ഇതിലും വലിയ പാപം ഇനി അവൻ ചെയ്യാനില്ലാത്ത പോലെ. അമ്മയെ കുഞ്ഞിൽ നിന്ന് നടത്തി മാറ്റിയ മഹാഭാപി നീയാണെന്ന പോലെ. നീ എൻ്റെ പ്രാണനല്ലേടി, നീ ഇല്ലാതെ ഞാനുണ്ടോ? നിന്റെ ഹരിയേട്ടൻ എന്ന വിളി കേൾക്കാനല്ലേ പെണ്ണേ ഞാൻ ഈ ഓടിപ്പിടിച്ച് വരുന്നത്? അവൻ്റെ മൃദുവായ ശബ്ദം, ആവണിയുടെ കാതിൽ ഇക്കിളി കൂട്ടുന്ന മധുരമായ സ്വരം. ഓർമ്മയിൽ നിന്നുള്ള രേഡ് അപ്പോഴേക്കും അതിശക്തമായി അവൻ്റെ കയ്യിൽ കോർത്തു പിടിച്ച് തന്നെ നോക്കി പരിഹസിക്കുന്ന ഒരു മുഖം അവിടെ ഹൃദയാന്തരങ്ങളെ മുറിച്ചു. തൻ്റെ ഹൃദയത്തെ തൊട്ട തൻ്റെ പുരുഷനെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പെണ്ണ്. ആ ഓർമ്മകൾ പോലും അവളെ വേദനിപ്പിച്ചു. മനസ്സ് രണ്ടായി പിളർന്ന് വെന്തു നീറുന്ന ഹൃദയത്തിന് കൂട്ടായി ബുദ്ധി മരവിച്ചു പോയി. ഒരു ഭാഗവും കാണിക്കാനില്ലെന്ന പോലെ. ആർക്കു വേണ്ടിയാണ് ഹരിയേട്ട എന്നെ വേണ്ടെന്ന് വെച്ചത്? അത്രമേൽ വെറുത്തുപോയോ നിങ്ങൾക്കെന്നെ? അതുകൊണ്ടാണോ നമ്മുടെ കുഞ്ഞിനെ കൂടി എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയത്? അവരുടെ വിവാഹ ഫോട്ടോ നോക്കിക്കൊണ്ട് ആവണിയുടെ മനം തുടിച്ചു. പ്രണയായിരുന്നില്ലേ ഏട്ടാ എനിക്ക് നിങ്ങളോട്? അവളുടെ മനസ്സ് അവനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. വേദനയുടെ തീച്ചൂളയിൽ പൊള്ളിപ്പിടയുന്ന അതരങ്ങൾ ചിലമ്പിച്ച വാക്കുകൾ, പൊട്ടിയളരുന്ന കണ്ണുനീർ തുള്ളികൾ, കരഞ്ഞു വീർത്ത കൺപോളകൾ, വിളറിയ മുഖം. ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് വന്ന മാറ്റം. എന്നും ചിരിച്ച് നടന്നവൾ ഇന്ന് കരയുകയാണ്. നെഞ്ചുപൊട്ടി കരഞ്ഞു വിളിക്കുന്നു. അവനൊന്നും കേൾക്കുന്നില്ല. അവരുടെ പ്രണയ നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ ഓടിയെത്തി. അവളൊന്ന് ചിരിച്ചു. ആദ്യമായി ഒന്ന് ചേർന്ന് ആദ്യം തൻ്റെ ഉദരത്തിലുണ്ടെന്നറിഞ്ഞത്. സ്വകാര്യം പോലെ നീ എൻ്റെ ജീവനല്ലേ എന്ന് മന്ത്രിച്ചത്. അങ്ങനെ ഈ മുറി തങ്ങളുടെ ഓരോ അനുഭവത്തിനും സാക്ഷിയായത്. ആവണി ചിരിച്ചുകൊണ്ട് കരഞ്ഞു. അപ്പോഴേക്കും അതിതീവ്രമായി മറ്റൊരു മുഖം അവളുടെ മനസ്സിൽ നിറഞ്ഞു. മറ്റൊരാളുടെ കൈയും പിടിച്ച് പുഞ്ചിരിയോട് അവളുടെ മാറിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഹരി. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. തനിക്ക് ആ രംഗം കാണാൻ ശേഷിയില്ലാത്ത പോലെ. എന്താണ് ഹരിയേട്ട, മറ്റൊരു പെണ്ണിനെ എനിക്ക് നിങ്ങളുടെ അടുത്തുപോലും നിൽക്കുന്ന സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കുശുംബിയാണെന്ന് എപ്പോഴും പറയാറില്ലേ? എന്നിട്ടും നിങ്ങളൊരു പെണ്ണിൻ്റെ കൈ പിടിച്ചപ്പോൾ എന്നെ ഓർത്തു. ബെഡിൽ ചുരുണ്ടുകൂടി കിടന്ന് അവൾക്ക് ആർത്ത് വിളിക്കാൻ തോന്നി. ആവണി കരഞ്ഞ് തളർന്നു പോയിരുന്നു. ആ തളർച്ച അവളുടെ കണ്ണുകളെയും പൊതിഞ്ഞു. കണ്ണുകൾ മാടി അടക്കപ്പെട്ടു. തൻ്റെ കൂടെപ്പിറപ്പാണെന്ന് വിശ്വസിച്ച് ഒരാപത്ത് ഘട്ടത്തിൽ സുഹൃത്തായ ശാലിനിയുടെ നെഞ്ചിൽ അമർന്നു കിടക്കുന്ന ഹരി. അവളുടെ അധരങ്ങളിൽ ചുണ്ടുകൾ ചേർക്കാൻ ഒരുങ്ങുന്ന ഹരി. വേണ്ട വേണ്ട ഹരിയേട്ട, എന്നെ ഉപേക്ഷിക്കില്ലേ. നമ്മുടെ കുഞ്ഞിന് അമ്മയില്ലാതാവും. അഗാധ നിദ്രയിലായിട്ട് കൂടി അവൾ അലമുറയിട്ട് കരഞ്ഞു. ഡിവോഴ്സ് കഴിഞ്ഞ ശാലിനിയെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതാണ് അവൾ ചെയ്ത ആദ്യത്തെ പാപം. അന്ന് ഹരി നാട്ടിലുള്ള സമയമായിരുന്നു. ആവണിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ അത്യധികം പ്രണയത്തോടെ ജീവിക്കുന്ന ഹരിയോട് ശാലിനിക്കൊരാഗ്രഹം തോന്നി. അതുവരെ ഒന്നുമില്ലാതിരുന്ന ആവണി സന്തോഷത്തോടെ ജീവിക്കുന്നതിലുള്ള അസൂയ മനുഷ്യനെ ഭരിക്കുമെന്നാണല്ലോ. മനുഷ്യന്റെ വിവേകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശാലിനിയുടെ തന്ത്രങ്ങൾ അവരുടെ ജീവിതത്തിൽ ഫലം കാണുകയായിരുന്നു. അവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് ശാലിനി ഇടിച്ചു കയറി. അതിന്റെ ഫലമായി ഹരിയെ വിശ്വസിപ്പിക്കാൻ തരത്തിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയായിരുന്നു ശാലിനി ആദ്യം ചെയ്തിരുന്നത്. ആവണി, നിന്റെ ന്യൂഡ് പിക്സ് തന്നെയല്ലേ അത്? എനിക്കതെങ്ങനെ വന്നു എന്ന് അറിയില്ല ഹരിയേട്ടാ. അവളെ പറയാൻ അനുഭവിക്കാതെ അവന്റെ കൈ ഉയർന്നു. ആവണി, ഞാൻ ചോദിച്ചതിന് മറുപടിതാ. അവൾക്ക് മറുപടിയിലായിരുന്നു. തലകുനിച്ച് നിൽക്കുമ്പോൾ പോലും അവളുടെ മിഴികൾ പെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, അച്ഛനില്ലാത്ത അവളുടെ അമ്മ എങ്ങനെയാ അവളെ വളർത്തിയെന്ന്. അതിൻ്റെ ഓരോ തോന്നിയാസങ്ങളാ. പഠിക്കുമ്പോൾ അവളുടെ സ്വഭാവം പറഞ്ഞു തന്നില്ലേ? മൂർച്ചയുടെ വാക്കുകൾ. ധൈര്യത്തോടെ ഹരിയുടെ കൈകളിൽ ചുറ്റിപ്പിടിച്ച അവളുടെ കൈ. പ്രണയത്തോടെയുള്ള അവളുടെ നോട്ടത്തിന് ഒരു മറുപടിയും നൽകാതെ തന്നെ ദേഷ്യത്തോടെ നോക്കിയ തൻ്റെ പാതി. അവൻ്റെ കണ്ണുകളിൽ അന്നേരം വെറുപ്പായിരുന്നില്ലേ? ഒന്നും കേൾക്കാൻ പോലും നിന്നില്ല. മാനം നഷ്ടപ്പെട്ടു പോയ തനിക്ക് എന്തു പറയാനാണ്? എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഈ ലോകം വിശ്വസിക്കുമോ? പക്ഷെ താനിതിൽ എന്താണ് ചെയ്ത്? അവളുടെ മനം അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവളൊന്നും പറയാതെ കൂർത്ത നോട്ടത്തിൽ തീർക്കുമ്പോൾ അതിന് മറുപടിയായി പോലും അവൻ്റെ കാവൽ ശാലിനിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ആവണിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്.
ഇനി മുതലൊരു നോട്ടം പോലും ഉള്ളിൽ പതിക്കരുതാവണി. ഞാനത് കണ്ടുനിന്ന് വരില്ല. ഇതെന്റെ പെണ്ണാ ശാലിനി. ഈ ഹരിശങ്കറിന്റെ എല്ലാം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം. തൻ്റെ ജീവന്റെ ശബ്ദം മറ്റൊരാൾക്ക് വേണ്ടി തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അന്നേ ഭൂമി പിളർന്ന് താഴെ പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. അവളാണ് എല്ലാം എന്ന്. അപ്പം ഞാനും എൻ്റെ ആദിയില്ല എന്ന് ചോദിക്കാൻ പോലും ഒരു 100 ആവർത്തി തുനിഞ്ഞതാണ്. പക്ഷെ അവൻ്റെ അവഗണനയുടെ ഒരു നോട്ടം പോലും തന്നെ തകർത്തുകളെന്നുള്ളത് കൊണ്ട് ആവണി നോക്കിയില്ല. ഞാനൊന്നും ചെയ്തില്ല അരിയേട്ട, ഞാനല്ല. ഉറക്കിലും വിറങ്ങലിച്ച അവളുടെ പൊട്ടിക്കരച്ചിൽ. തൻ്റെ കുഞ്ഞു പോയെന്ന് വിശ്വസിക്കാനാവാത്ത അമ്മ മനം. അമ്മയുടെ പൊന്നെ. അവിടെ ഉറക്കെയുള്ള വിളി കേട്ടുകൊണ്ടാണ് അവളുടെ അമ്മ സരസ്വതി അങ്ങോട്ട് ചെന്ന്. തലയിണയിൽ തലപൊഴുത്തി കിടക്കുന്ന അവളുടെ അരികിൽ അമ്മ പോയിരുന്നു. തലമുടിയിൽ തലോടി. അപ്പോഴും അവളിൽ നിന്ന് മുറിഞ്ഞു കേൾക്കുന്ന വാക്കുകൾ അവരുടെ ഹൃദയതാളം വേദനിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ മോ ഒത്തിരി സന്തോഷം നൽകിയത് ഇതുപോലെ ഇഞ്ചിച്ചായി കൊല്ലാനായിരുന്നോ? അമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്വരം. അമ്മയുടെ മോളെ എഴുന്നേൽക്ക്, തിരി കഞ്ഞി കുടിക്ക്, വന്നപ്പോൾ മുതലുള്ള കിടപ്പല്ലേ. അവിടെ നെറുകയിൽ മുത്തിക്കൊണ്ട് സരസ്വതി പറഞ്ഞെങ്കിലും ആവണി തിരിഞ്ഞു നോക്കിയില്ല. എന്തോ സംശയം തോന്നി അവർ അവളെ ബലമായി തിരിച്ചിടത്തി. ദേവി, ചതിച്ചോ? വായിൽ നിന്നൊഴുകുന്ന നുരയും പതയും രക്തവും മൂക്കിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന ചോരത്തുള്ളികൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുപോയി. അവളൊന്ന് കണ്ണു തുറക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. തന്നെ എന്നേക്കുമായി മരണം കൊണ്ട് പോവുകയാണോ? അവൾ ചിരിച്ചു, പൊട്ടി ചിരിച്ചു. മരണമേ, എന്നെ സ്വീകരിക്കൂ. മരണവെപ്രാളത്തിലും അവളുടെ മനസ്സ് ആവർത്തിച്ച് പറഞ്ഞു. ഈ ഭാഗ്യം കേട്ടവൾ തിരിച്ചു പോവാ ഈശ്വരൻ്റെ അടുത്തേക്ക്. ജനിച്ചപ്പോൾ മുതൽ തൊഴുത് നിന്നിട്ടല്ലേ ഉള്ളൂ. എന്നെ ചതിച്ചു പോയില്ലേ? ഇനി എന്തിനാ ഞാൻ? ജീവനും ജീവിതമില്ലാതെ എന്തിനാ ആവണി ബാക്കിയാവുന്നു? അമ്മേ, ഒന്നേ പറയാനുള്ളൂ, മാപ്പ് എല്ലാത്തിനും. അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് എഴുത്തു വായിച്ച സരസ്വതി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. പിന്നെ ഒന്നും ചിന്തിക്കാതെ ഹരിയെന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. അവൻ എടുത്തതേയില്ല. അവൻ ഇനി വരില്ലെന്ന ചിന്തയിൽ സരസ്വതി പുറത്തേക്കിറങ്ങി ഓടി, തൻ്റെ മകളെ ആരെങ്കിലും രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ. ഇതേ സമയം ശാലിനിയുടെ വിയർപ്പും കാമവും തന്നിലേക്ക് ആവാഹിച്ച് അവളിലേക്ക് പടർന്നു കയറുകയായിരുന്നു ഹരി. ഒരിക്കൽ പോലും അവനിലേക്ക് ആവണിയുടെ ഓർമ്മകൾ കടന്നു വന്നില്ല. ഇതായിരുന്നു അവൻ്റെ പ്രണയം. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് നീ ഒരു കൊട്ടാരം പണിതു. അതിന് നീയിട്ട പേര് പ്രണയം എന്നായിരുന്നു. അവൻ്റെ ഹൃദയം പറയാതെ പറഞ്ഞ വാക്കുകൾ, വിധി അവന് നൽകിയ ശിക്ഷ. അവളുടെ വേർപ്പെടൽ നീ അറിയുന്ന അന്ന് നീ കരയും ഹരി. അവൾ കരഞ്ഞതിനേക്കാൾ ഉച്ചത്തിൽ അലറി വിളിച്ച് കരയും നീ. തൻ്റെ ജീവനായിരുന്ന പെണ്ണ് ഇന്ന് മരണത്തോട് മല്ലടിക്കുകയാണെന്ന് അവൻ അറിഞ്ഞില്ല. ശാലിനിയെ തളർത്തിയും കാമിച്ചും തൻ്റെ വികാരങ്ങൾ പങ്കിടുമ്പോൾ തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നോ ഇനി ഒരിക്കലും തിരുത്താനാവില്ലെന്നോ അവനിലെ ചെകുത്താൻ മനസ്സിലാക്കിയില്ല. 2 മാസത്തിന് ശേഷം ജില്ലാ കോടതി മുറിയിൽ നിന്നും ആ പ്രതിയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ കണ്ണുകൾ നീണ്ടത് ആ 2 കുഞ്ഞി കണ്ണുകളിലേക്കാണ്. ഒന്നും അറിയാത്ത ആ കുഞ്ഞുമുഖം അവൻ മനസ്സിലേക്ക് ആവാഹിച്ചു. ഞാനൊരു പാപിയായിരുന്നു, മഹാപാപി. എനിക്ക് മാപ്പ് ചോദിക്കാനുള്ളത് നിന്നോടാണ് ആദ്യം. കാരണം നിനക്കാണ് എല്ലാം നഷ്ടപ്പെട്ടത്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നിന്റെ അമ്മ അല്ല, എൻ്റെ ആവണി. അവളെ ഞാൻ. അവൻ്റെ ഹൃദയം അവനെ കുറ്റപ്പെടുത്തി. 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ദൃശ്യം അവൻ അലട്ടി. അവൻ്റെ ഹൃദയത്തെ വേട്ടയാടിയ ആ ചിത്രം. തൻ്റെ സുമംഗലിയായി തൻ്റെ മടിയിൽ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ച തൻ്റെ പാതി വെള്ളപുതച്ച് കിടക്കുന്ന രംഗം അവനിൽ ഒരു തരി പോലും കുറ്റബോധം ഉണ്ടാക്കിയിരുന്നില്ല. 3 കഷ്ണം വെള്ളത്തുണിയിൽ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടു ആ മുഖത്തേക്കും നോക്കാൻ പോലും അവന് തോന്നിയില്ല. വാശിയായിരുന്നു, നിന്നെ വേണ്ടെന്നുള്ള വാശി. ഒരു തവണ പോലും ആദിക്ക് അവൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കണമെന്ന് അവന് തോന്നിയില്ല. പക്ഷേ വിധി അതാണ് ഹരിയെ കീഴ്മേൽ മറിച്ചത്. അവിടെ അടക്കം കഴിഞ്ഞ് അമ്മയോട് സംസാരിക്കാൻ പോയ അവൻ അപ്രതീക്ഷിതമായിട്ടാണ് ആവണിയുടെ മൊബൈൽ ഫോൺ കാണുന്നത്. ഹരി അത് തുറന്നു നോക്കി. അവൾ അവസാനമായി നോക്കി വെച്ച ഫോൾഡറിൽ അവൻ്റെ കൈ ചലിച്ചു. അവൻ ഞെട്ടിപ്പോയി. അവൻ്റെ ശരീരം വെട്ടി വിറക്കുന്ന പോലെ. അവൻ ചാറ്റ് ബോക്സ് തുറന്നു നോക്കി. ശാലിനി എന്ന പേരിൽ നിന്നും അവൾക്ക് വന്ന ഫോട്ടോസും സന്ദേശങ്ങളും, തൻ്റെയും ശാലിനിയുടെയും സ്വകാര്യ ചിത്രങ്ങൾ മുതൽ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള വോയിസുകൾ വരെയുണ്ട് അതിൽ. താൻ വഞ്ചിക്കപ്പെട്ടുവോ? അവൻ അവനോട് തന്നെ ചോദിച്ചു. നിസ്സഹായായി തന്നെ നോക്കിയ ആവണിയുടെ മുഖം അവൻ്റെ ഹൃദയത്തിനെ കൊത്തി വലിച്ചു. ആ നോട്ടത്തിൽ തറഞ്ഞു പോയിരുന്നില്ലേ താൻ? എന്നിട്ടും ഒരു വേള അവളെ ഒന്ന് വിശ്വസിക്കാൻ തോന്നിയില്ല. അവളുടെ മരണത്തിനപ്പോൾ ഞാനാണോ കാരണം?
അവൻ്റെ ആത്മാവ് അവനെ ചോദ്യം ചെയ്തു. നീയാണ് കാരണമെന്ന് മനസ്സ് ഉറപ്പിച്ച് മൊഴിഞ്ഞു. അവൻ തകർന്നുപോയി. അവരുടെ സന്തോഷം നിറഞ്ഞ ജീവിതം അവൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു കണ്ടു. എന്തോ ഓർത്ത പോലെ അവൻ ആ മുറി തിരഞ്ഞു. ആവണിക്ക് കുത്തിക്കുരിക്കുന്ന ശീലമുണ്ടായിരുന്നു. അവൾ തനിക്ക് വേണ്ടി എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന ചിന്തയിൽ അവൻ്റെ തിരച്ചിൽ തുടർന്നു. ഈയിടെയായി ഹരിയേട്ട എന്നോട് കാണിച്ചിരുന്ന മുഴുവൻ തെറ്റിദ്ധാരണ മൂലമാണെന്ന് അറിഞ്ഞു അല്ലേ? അതല്ലേ ഇപ്പം ഇത് തേടി വന്നത്. പക്ഷേ ഏട്ടനൊരു കാര്യം അറിയോ? ഇത് തേടി വരുമ്പോൾ ആവണി ഉണ്ടാവില്ല. ഈ ഭൂമിയിൽ നിന്നും അങ്ങ് ദൂരേക്ക് പോയിട്ടുണ്ടാവും. അങ്ങകലെ മേഘങ്ങൾക്ക് നടുവിൽ വെള്ളപ്പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ കാണാൻ എന്തു ഭംഗിയാണല്ലേ. പക്ഷേ ഇപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. ആവണി കരഞ്ഞിരുന്നു. എന്നാണെന്നറിയോ? എൻ്റെ ഏട്ടനന്ന് ശാലിനിയെ ചേർത്ത് പിടിച്ച് ഇവളാണ് ഇനി എൻ്റെ എല്ലാം എന്ന് പറഞ്ഞില്ലേ? അന്നാണ് യഥാർത്ഥത്തിൽ ആവണി മരിച്ചത്. എന്നെ മാത്രം നോക്കേണ്ട കണ്ണുകൾ കൊണ്ട് അവൾ നോക്കിയില്ലേ? എന്നെ പൊതിഞ്ഞ് പിടിക്കേണ്ട കൈ അവൾക്കായി നൽകിയില്ലേ? അന്നത്തോടെ എൻ്റെ ചിത ഏട്ടൻ കൊളുത്തി കഴിഞ്ഞു. അവസാനം നമ്മുടെ സ്നേഹത്തിൽ വിരിഞ്ഞ നമ്മുടെ ആദിയെ കൂടി. അവളുടെ കരച്ചിൽ കേൾക്കുന്ന പോലെ തോന്നിയവന് അവളുടെ അശ്രുഗണങ്ങൾ വീണ കടലാസി കഷ്ണം അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നീ എന്തിനാ എന്നെ വിട്ടുകളഞ്ഞ്? നിനക്ക് അത്രയും ഭാരമായിരുന്നു ഞാൻ. അത്രമേൽ ഹൃദയം പറിച്ച് സ്നേഹിച്ചിട്ട് നിനക്ക് ഞാൻ ആരും അല്ലായിരുന്നു. അവളുടെ ചോദ്യം മുറുകി. അവന് കുറ്റബോധം തോന്നി. ഞാൻ മാത്രമാണ് കാരണം. ശാലിനി എന്ന അധ്യായം ഇനി ആരുടെ ജീവിതത്തിലും കരിനിഴൽ വീഴ്ത്തരുതെന്ന ഉദ്ദേശത്തോടെ ശ്വാസം മുട്ടിച്ച് കൊന്നപ്പോൾ പോലും അവൻ്റെ കൈകൾ വിറച്ചില്ല. ഇങ്ങനെയാവും തൻ്റെ ആവണിയും പിടഞ്ഞു തീർന്നിട്ടുണ്ടാവുക എന്ന ഓർമ്മയിൽ ഒരിറ്റു കണ്ണുനീർ അവനെ അണിയിച്ച വിലങ്ങിൽ ഇറ്റു വീണു. ആ കുഞ്ഞു മുഖത്ത് നോക്കി വേദനയോട് അവൻ യാത്ര ചോദിക്കുമ്പോഴും സരസ്വതിയുടെ മാറിൽ പറ്റിച്ചേർന്ന് കഴിഞ്ഞിരുന്നു ആദി, ആവണിയെപ്പോലെ. അത് കാണാൻ ഹരി പുഞ്ചിരിച്ചു പോയി. അവനെ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലീസുകാർ കൊണ്ടുപോയി. നിർത്താതെ മഴ പെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും കിഴക്കേ തൊടിയിൽ അവളുടെ വീട്ടുവളപ്പിലെ കല്ലറയ്ക്ക് താഴെ ഈ വരികൾ തെളിഞ്ഞു കണ്ടു. പ്രേമബന്ധങ്ങളിലും അവസാനമായി ജയിക്കുന്നത് അഭിമാനമെന്ന വികൃത രൂപം.